ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, അതുകൊണ്ട് തന്നെ അതിന്റെ എക്സൈറ്റ്മെന്റ് ഞങ്ങളുടെ ഫേസിലുണ്ട് കേട്ടോ. നമ്മുടെ ബാഗ് എന്താ? ഐസ്ലൻഡിൽ വന്ന് ഇത് ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. 2 മണിക്കൂർ ട്രാവൽ ചെയ്താണ്. നമസ്കാരം, എല്ലാവരുടെ ഡെയിലി ജേണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളുടെ അടുത്ത കൺട്രിയിലേക്ക് പോവാണല്ലേ. ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, അതുകൊണ്ട് തന്നെ അതിന്റെ എക്സൈറ്റ്മെന്റ് ഞങ്ങളുടെ ഫേസിലുണ്ട് കേട്ടോ. അപ്പൊ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫുഡ് സമ്മതിക്കുന്നില്ല എന്നോട് സംസാരിക്കാൻ. ചെക്കിൻ എല്ലാം ചെയ്ത് ഗേറ്റ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതിനു മുമ്പ് ഫുഡ് കഴിക്കണം. പക്ഷെ ഞാൻ രാവിലെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പം ഞാൻ ഒന്ന് സെറ്റായി ഇവന് ഫുഡ് കൊടുക്കുന്ന സമയം കൊണ്ട് രാവിലത്തെ ബഹളമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാ. നമ്മുടെ പുതിയ ഇൻഡക്ഷനിൽ ഞാൻ എല്ലാ ഫുഡും സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. കണ്ടിട്ട് തിരിച്ചു പോയോ. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പബ്സ് ഉണ്ടാക്കുന്നത് വീട്ടിൽ. അത് നന്നായിട്ട് സക്സസ് ആവുകയും ചെയ്തു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിച്ചപ്പം. പിന്നെ ഗീ റൈസും ചിക്കൻ കറിയും ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫുഡാണ്. എനിക്ക് ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാനും. ഈ പ്രാവശ്യം ഞങ്ങൾ കാർ എടുത്തിട്ടല്ല എയർപോർട്ടിലേക്ക് പോകുന്നത്, ടാക്സി പിടിച്ചിട്ടാണ്. എല്ലാ പ്രാവശ്യവും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പാക്കേജിലാണ് പോകുന്നതെന്ന്. സോ മിക്ക ട്രിപ്പുകളും ഞങ്ങൾ പാക്കേജിലല്ല, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ booking.com ബുക്ക് ചെയ്ത് റൂംസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യും. പിന്നെ സ്കൈ സ്കാനറിലാണ് ടിക്കറ്റ്സ് എടുക്കുന്നത്. പിന്നെ ഗെറ്റ് യുവർ ഗൈഡ് എന്നുള്ള ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ പാക്കേജസ് നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് എവിടെയാണോ അത് എവിടേക്കാണോ ഞങ്ങൾക്ക് പോകേണ്ടത്, എത്ര മണിക്കൂറാണോ വേണ്ടത്, അതിനനുസരിച്ചാണ് എല്ലാം എടുക്കാറുള്ളത്. പല റീൽസിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെയും ആളുകൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പാക്കേജ് 1-2 സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അത് ലെവിക്കുണ്ണൊക്കെ വരുന്നതിൻ്റെ മുമ്പേ ആയിരുന്നു. ലെവി വന്നതിന് ശേഷം ഞങ്ങൾ മിക്കതും ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലാണ് റൂംസും കാര്യങ്ങളും എല്ലാം ബുക്ക് ചെയ്യുന്നത്. സ്പെഷ്യലി നമ്മളൊരു ഹോട്ടൽ അപ്പാർട്ട്മെൻ്റ് ആണ് ബുക്ക് ചെയ്യുന്നത്. കാരണം കുഞ്ഞിൻ്റെ ഫുഡൊക്കെ ചൂടാക്കാൻ അതാണ് ഏറ്റവും കൂടുതൽ സൗകര്യം. ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണേ. ഫുഡ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്താണെന്ന് അറിയുന്നത്, രാവിലെ എന്നിപ്പോൾ ഒരു കുക്കിംഗ് മോഡ് അങ്ങ് തോന്നിയേ. ഗീ റൈസും ചിക്കൻ കറിയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഐസ്ലാൻഡിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഫുഡ് കിട്ടുമോയെന്ന് അറിയത്തില്ല. പിന്നെ ലെവിക്കുണ്ടിന് മുട്ട, നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അലർജിയാണ്. അതുകൊണ്ട് ഗീ റൈസും ചിക്കൻ കറിയും പപ്സും ഒക്കെ അങ്ങ് വെച്ചു. അച്ചു ചോദിക്കുന്നുണ്ട്, ഐസ്ലാൻഡിൽ ഫുഡ് കിട്ടാത്ത പോലെയാണോ അച്ചു ഇതൊക്കെ വെച്ചത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഞങ്ങൾക്കും കൂടെ വെച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ദേ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. ഇനി ഐസ്ലാൻഡിൽ ചെന്നിട്ട് ബാക്കി വിശേഷം കേട്ടോ. പതിവ് പോലെ എല്ലാ വ്ളോഗിലും പറയാനുള്ള സെയിം ഡയലോഗ്. ലെവിക്കുട്ടൻ പാല് കുടിച്ചു, നല്ല സുഖം ഉറക്കം ഇറങ്ങി. ഐസ്ലാൻഡിൽ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ലെവി ചാടി എണ്ണിച്ച് ഫ്രഷായിട്ട് കുട്ടപ്പനായിട്ടിരുന്നു. മമ്മി ഉണ്ടാക്കിയ ഉണ്ണിയപ്പം എല്ലാം പാക്ക് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഐസ്ലാൻഡ് ട്രിപ്പ് എന്ന് കേട്ടപ്പോഴേ എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. 1-2 ക്ലോസ് ഫ്രണ്ട്സ് ഞങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന്. ശരിയാണ്, ബ്ലഡ് എക്സ്പെൻസീവ് ആണ് ഐസ്ലാൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നതും. ലെവിക്കുട്ടനായാലും ഞങ്ങൾക്കായാലും എല്ലാം പ്രിപ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം പോകുന്നത്. സാധാരണ എല്ലാ ട്രിപ്പിനും നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റാണെങ്കിലും ഈ പ്രാവശ്യം നമ്മൾ ഐസ്ലാൻഡിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമ്മളെ ജാക്കറ്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ കൂട്ടത്തിൽ ഒപ്പത്തിനൊപ്പം എടുത്തിട്ടുണ്ടായിരുന്നു ഫുഡും. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ടെൻഷൻ ഇല്ലായിരുന്നു റൂമിൽ ചെന്നാലും അയ്യോ റെസ്റ്റോറൻറ്റ് അടയ്ക്കോ ഇല്ലേന്ന്. കുറച്ച് റിലാക്സ്ഡ് ആയിട്ടാണ് പോയത്. ഇവൻ ഉണ്ണിയപ്പത്തിൻ്റെ ഫാനാണ് കേട്ടോ. മമ്മിയുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ വന്നത്. സേഫായിട്ട് ലാൻഡ് ചെയ്തു. ഇഡ്ഡലി എടുത്തിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി ആൾക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ ഉണ്ണിയപ്പം കണ്ടപ്പോൾ ഉണ്ണിയപ്പമാണ് വായിൽ ഇങ്ങനെ കുത്തി അറച്ചിരിക്കുന്നത്. 2-3 ഒക്കെ ഒരു ദിവസം കഴിക്കും. ഇപ്പം ശരിയാടാ. എയർപോർട്ടിൽ നിന്ന് നമ്മുടെ റൂമിലേക്ക് 1 മണിക്കൂറോളം യാത്രയുണ്ട്. നമ്മൾ കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സിക്ക് ചാർജ് ചെയ്യുന്നത് 180 to 200 euros ആണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായത് കൊണ്ട് തന്നെ അത് കുറച്ച് എക്സ്പെൻസീവ് ആയെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. 30 euros ആയിട്ടുള്ളൂ. മിക്ക ആളുകളും അത് തന്നെയാണ് കേട്ടോ അവിടെ ചെയ്തിരിക്കുന്നത്. ലെവിക്കുണ്ടാണെങ്കിൽ അവർ കുഞ്ഞു പിള്ളേർക്ക് എല്ലാവർക്കും കാർ സീറ്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് കയറിയത് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഫോണിൻ്റെ അഡാപ്റ്റർ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ താഴെ പോയി മേടിക്കുന്ന സമയം കൊണ്ട് ഞാൻ ലെവിക്കുണ്ട് ഫുഡൊക്കെ ചൂടാക്കി നേരെ ഫുഡ് കഴിച്ചു. ഫ്ലാറ്റ് ഔട്ടായി. ഹായ്, ഗുഡ് മോർണിംഗ്. ഇത് എങ്ങോട്ട് പോവാണ്? എൻ്റെ ബാഗൊക്കെ പിടിച്ചുകൊണ്ട് തട്ടി വീഴരുത്, വീഴും. ലെവിക്കുണ്ടാണ് ഇപ്പോൾ എൻ്റെ ലിറ്റിൽ ഹെൽപ്പർ. ബാഗൊക്കെ പിടിച്ച് അവിടെ വെച്ചു. നമുക്ക് ബാക്ക് ഗേറ്റിൽ വന്നിട്ട് അപ്പോൾ ഇന്നലെ രാത്രി നമ്മളൊരു
7 ഒക്കെ ആയപ്പോഴത്തേക്ക് റൂമിലെത്തി കേട്ടോ. റൂമിലേക്ക് കയറിയതും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്. അപ്പോൾ നമ്മൾ അഡാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അച്ചു പുറത്ത് പോയിട്ട് അഡാപ്റ്റർ മേടിച്ചു. കാരണം അച്ചാടെ ഫോണും ഡെഡ് ആവാറായിട്ടുണ്ടായിരുന്നേ. അടുത്ത് തന്നെയാണ് സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ എടുത്തിരിക്കുന്ന പാക്കേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 to 6 o'clock വരെയുള്ളൊരു പാക്കേജാണ്. നാളെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഹോട്ടലിൻ്റെ ബാക്ക് ഡോറിൻ്റെ അവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബസ് വരും. സോ ഇവിടുന്ന് ഒരു 5 minutes ഉണ്ട് നമ്മളെ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക്. അവിടുന്ന് മെയിൻ ബസ്സിൽ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ യാത്രയാണ് ഉള്ളത്. എയർപോർട്ടിൻ്റെ ആ സൈഡിലേക്ക് പോകണം. അപ്പം ലവി ഇവിടെ ഫോണൊക്കെ ഞെക്കി ആരൊക്കെയോ വിളിച്ച് സംഭവം സെറ്റാക്കുന്നുണ്ട്. കുഞ്ഞു വാ അങ്ങനെ ഓട്ടവും ചാട്ടവും ബഹളമൊക്കെയാണ്. അപ്പം ഇന്ന് day 1 ആണ്. സോ ഇപ്പോൾ day 1 day 2 ഒക്കെ അച്ചു ഓരോ പാക്കേജാണ് എടുത്തിരിക്കുന്നത്. സ്പോട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് അവിടെ ചെന്നതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞാൻ കൊണ്ടുവന്ന ഗീ റൈസും ചിക്കൻ കറിയും ഞങ്ങളുടെ പപ്സും ഓവനിൽ ചൂടാക്കി കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ കൊണ്ടുവന്നത് നന്നായി. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ എനിക്ക് എന്ത് പറ്റിയെന്നറിയില്ല, പെട്ടെന്ന് രാവിലെ തോന്നി അങ്ങ് കുക്ക് ചെയ്യാൻ. ചില സമയത്ത് ദയവായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. നീ കുക്ക് ചെയ്യും പെട്ടെന്ന്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുന്ന അറിയാം. സത്യം കേട്ടോ, അത് നന്നായി. അതുകൊണ്ട് തന്നെ ലെവിക്കുട്ടിനും ഗീ റൈസും ചിക്കനും കഴിച്ചു. അവനിഷ്ടമാണ് ഗീ റൈസ്. അതിനകത്ത് ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഗീ റൈസിന് പകരം ഇച്ചിരി വെജിറ്റബിൾ ആയിട്ടുള്ള ഗീ റൈസ് ഞാൻ പറയുന്നേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. ഞാൻ ക്യാരറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നല്ല സുഖം ഉറങ്ങി രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഈ പറഞ്ഞ പോലെ അധികം കഴിക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഇപ്പോഴും ഇരുട്ടാണ്, 9 മണി കഴിഞ്ഞു. അപ്പം ഒന്നും തോന്നുന്നില്ലായിരുന്നു. ഒരു കോഫിയും ഒരു ക്രൊസാൻറ്റും മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. പിന്നെ ഈ ബേക്കനും സംഭവങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല. എല്ലാവർക്കും നോട്ട്സും കൊടുത്തു. അതൊന്നും വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല, കാരണം പെട്ടെന്ന് റെഡിയായി. പിന്നെ ഞങ്ങൾ ഈ തെർമലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂടെടുക്കണം. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു കോഫിയും ക്രൊസാൻറ്റും മാത്രമേ കഴിച്ചുള്ളൂ. ലെവിക്കുട്ടിന് ഓൾറെഡി തെർമലൊക്കെ ഇട്ടിട്ടാണ് ആളിരിക്കുന്നത്. കൂടാതെ ജാക്കറ്റ്സ് എല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നല്ല കാറ്റും നല്ല തണുപ്പുമായിരുന്നു ഇന്നലെ. ഇന്ന് ലൈറ്റായിട്ട് സ്നോ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ നല്ല കാറ്റുണ്ട് കേട്ടോ. സ്നോ മാത്രമല്ല, നല്ല കാറ്റുമുണ്ട്. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എവിടെയൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. സോ സ്പോട്ടുകളൊക്കെ അച്ഛനെ അറിയുള്ളൂ. ഞാൻ എല്ലാം ക്യാപ്ചർ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ. ഈ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് അല്ലായിരുന്നു കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് 250 pounds ആണ് 2 daysലേക്കായത്. സോ ബ്രേക്ക്ഫാസ്റ്റ് അവർ ചാർജ് ചെയ്യുന്നത് 21 euro ആണ്. സോ അതിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതാണ്. അച്ചു പുറത്ത് പോയിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കോഫിയും അതുപോലെ തന്നെ ബേഗിലും ക്രൊസാൻറ്റും മേടിച്ചു. അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ബസ് വന്നു കേട്ടോ. നമ്മളെല്ലാ ഹോട്ടലിലും പ്രൊവൈഡ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോ ബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ പിക്ക് ചെയ്തിട്ട് ഈ ഒരു സ്റ്റോപ്പിൽ, ഈ ഒരു ബസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നമ്മളെ വിടും. ഈ ബസ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ള പാക്കേജിലേക്കുള്ള ബസ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചട്ടമ്പി വഴക്ക് കിട്ടുന്ന വേറൊന്നുമല്ല, അവന് സ്ട്രോളറിൽ ഇരിക്കേണ്ട, ഈ തണുപ്പത്ത് പുറത്തിറങ്ങണം. അതിന് വേണ്ടിയിട്ടായിരുന്നു. കുറച്ച് ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറക്കി വിട്ടു കേട്ടോ. ജാക്കറ്റ് ഇടാൻ തീരെയും താല്പര്യമില്ല. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താ ലെവിക്ക് കറക്റ്റായിട്ടുള്ള പ്രൊട്ടക്ഷനൊന്നും കൊടുക്കാത്തതെന്ന്. അവന് ജാക്കറ്റും അതുപോലെ തന്നെ ഈ മങ്കി ക്യാപ്പും ഒന്നും വെക്കാൻ താല്പര്യമില്ല. തെർമലൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ആൾക്ക് ഫുള്ള് ചൂടായി ബോഡി. ഞങ്ങൾ രാവിലെ വെയിറ്റ് ചെയ്യുന്ന സമയം അവൻ അവിടെയൊക്കെ അടിച്ച് പൊളിക്കണം. ഞങ്ങൾ ജാക്കറ്റ് കുത്തി കയറ്റി ഇടുന്നുണ്ട്, പക്ഷേ ആൾക്ക് ഇടാൻ തീരെയും താല്പര്യമില്ലായിരുന്നു. സോ ഈ ഒരു പാക്കേജസ് കണ്ടോ നിങ്ങൾ? നമ്മളെടുത്തിട്ടുള്ള പാക്കേജ് ഇന്ന് 3 സ്പോട്ടിലേക്കായിരുന്നു. ഇവിടുന്ന് ഒരു 1 hour 1.5 hour ഡ്രൈവാണ് പല സ്ഥലങ്ങളിലേക്കും ഉള്ളത് കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാൻ പറ്റാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബ്ലൂ ലഗൂൺ, അതുപോലെ തന്നെ നോർത്തേൺ ലൈറ്റ്സ് കാണാനൊന്നും പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ എടുത്തിട്ടുള്ള നോർത്തേൺ ലൈറ്റ്സിൻ്റെ പാക്കേജിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ പാക്കേജ് ഏതാണെന്ന് ചോദിച്ചു ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. അത് ഏതാണെന്ന് ഞങ്ങൾക്ക് പിന്നെ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഷെയർ ചെയ്യാത്തതും. ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു പാക്കേജ് പിന്നീട് കാണുന്നില്ല. എനിവേ ലെവിക്കുട്ടൻ ഒന്ന് സെറ്റിലായിട്ടുണ്ട്. അവന് ഗ്ലൗസൊക്കെ ഇട്ട് കൊടുത്തെങ്കിലും അവന് തീരെയും താല്പര്യമില്ല. എനിക്ക് തോന്നുന്നു അവനധികം തണുപ്പ് പ്രശ്നമില്ലാന്ന്. ഇവിടെ ജനിക്കുന്ന മിക്ക കുഞ്ഞുങ്ങളുടെ ഒരു കാര്യമാണല്ലോ. ഞാനും ലെവിക്കുട്ടനും അച്ചായും കൂടെ കിടക്കാൻ നേരത്ത് V ഷേപ്പിലാണ് ഞങ്ങൾ കിടക്കുന്നത്. അവന് ബ്ലാങ്കറ്റും അവന് പുതപ്പും ഒന്നും വേണ്ട. അവന് ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് തന്നെയാണ് ഐസ്ലാൻഡിൽ ചെന്നപ്പോഴും അത്ര ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങിയ സ്പോട്ടാണ് കേട്ടോ ഇത്. വേൾഡിലെ തന്നെ 2 കോണ്ടിനെൻ്റൽ പ്ലേറ്റ്സിൻ്റെ നടുക്ക് നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. പക്ഷേ കാറ്റ് കാരണം നിൽക്കാൻ പോയിട്ടൊന്ന് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല.
ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ ഇറങ്ങി അതേ സ്പീഡിൽ തിരിച്ചു കയറി. സെക്കൻഡ് ഞങ്ങൾ വന്ന സ്പോട്ട് ഇതാണ്. ഞാൻ ഈ പേരൊന്നും പറയാത്തത് തെറ്റണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ ആരും കംഫർട്ടബിൾ അല്ലായിരുന്നു, സ്പെഷ്യലി കുഞ്ഞിനെയും കൊണ്ട് വരുന്നത് കൊണ്ട്. സൾഫറിൻ്റെ സ്മെൽ അടിക്കുന്നത് കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. നേരെ ഫുഡ് കഴിക്കാനാണ് വന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇതിനൊക്കെ ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്തു, അതിന് ശേഷം നമ്മൾ ഒരു സ്പോട്ടിൽ ഇറങ്ങി, പിന്നെയും 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സ്പോട്ടിലേക്ക് പോയി. എന്നിട്ടാണ് നമ്മൾ ഉച്ചയായി അപ്പോഴത്തേക്ക്. അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ ലഞ്ച് കാണിച്ചത്. അപ്പോൾ ഞാൻ പോയിട്ടുള്ള സ്പോട്ടുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ വായിക്കൊള്ളാത്ത പേരുകളുമാണ്, പറയാനും പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ മൂന്നാമത് വന്നത് ഈ വാട്ടർഫോളിലാണ്. ഇത് നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഇവിടെ നിന്നൊക്കെ എനിക്ക് റീൽസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയത്. നമ്മൾ ഈ കാണുന്ന പോലെ അത്ര തണുപ്പില്ലായിരുന്നു, കാറ്റും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായത് കാരണം നല്ല സുഖമായിരുന്നു നടക്കാൻ. ഏതൊക്കെ സ്പോട്ടിൽ നമ്മളെ നിർത്തുന്നുണ്ടോ അവിടെ എല്ലാം 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് അങ്ങനെയാണ് ടൈം തരുന്നത്. ഇവിടെ കുറച്ചധികം സമയം തന്നു, ബിക്കോസ് നമ്മുടെ ലാസ്റ്റ് സ്പോട്ടായിരുന്നിത്. നമ്മളിവിടുന്ന് ഇച്ചിരി റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. 3 മണി 3:30 ആയപ്പോഴത്തേക്ക് ഇരുട്ടായി. ഞങ്ങളെ നേരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഏത് ബസ് സ്റ്റേഷനിൽ നിന്നാണോ കയറിയത് അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ ചെറുതായിട്ടൊരു സിറ്റി വാക്കൊക്കെ നടത്തി. അതിനുശേഷം ഡിന്നർ കഴിക്കാനുള്ള പരിപാടിയായിരുന്നു. നമ്മൾ ഇന്ന് 3 സ്പോട്ട് മാത്രം പാക്കേജ് എടുത്തത് വേറൊന്നും കൊണ്ടല്ല, നോർത്തേൺ ലൈറ്റ്സ് കാണാൻ ഇന്നാണ് പ്ലാൻ ഇട്ടത്. നമ്മൾ വന്നതിൻ്റെ അന്നും അതുപോലെ തന്നെ നമ്മൾ നിന്ന് കഴിഞ്ഞിട്ടുള്ള 2 ദിവസവും നോർത്തേൺ ലൈറ്റ്സിൻ്റെ പ്ലാൻ ചെയ്ത ആർക്കൊക്കെയാണ് അവരുടെ എല്ലാം ക്യാൻസൽ ചെയ്തു. ദൈവകൃപയാൽ നമ്മൾ ഭയങ്കര ലക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത അന്ന് തന്നെ കാണാൻ പറ്റിയത്. സെയിം ഒരു അനുഭവം ഞങ്ങൾക്ക് ടർക്കിയിൽ പോയപ്പോഴും കാപ്പിഡോക്കിയിലും സെയിം ഹോട്ട് ബലൂൺസ് കാണാനുള്ള ലക്ക് ഉണ്ടായിരുന്നു. കാപ്പിഡോക്കിയിലും ഞങ്ങൾ എന്നാണോ ബുക്ക് ചെയ്തത് ആ എക്സാക്ട് ഡേറ്റിൽ തന്നെ റൈഡ് ഉണ്ടായിരുന്നു. അത് കാരണം അത് ഫ്ലൈ ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ലെവിക്കുണ്ട് ഉണ്ടായതുകൊണ്ട് അത് കയറി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. ഇതും അതുപോലെ തന്നെ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ലെവിക്കുട്ടിനായിട്ട് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം വന്ന് അതും എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പാടെ കൂടുതൽ ലെവിക്കുട്ടിന് നോർത്തേൺ ലൈറ്റ്സ് കണ്ട് എൻജോയ് ചെയ്യണം. നോക്ക് ഗൈസ്, എന്ത് പറയാനാണ്, രക്ഷയില്ല. ദൈവത്തിൻ്റെ ഒരു അത്ഭുതം ഇത് കണ്ടോ, എന്താ പറയാ. അല്ലച്ചു ലെവിക്കുട്ട ഹാപ്പി ഹാപ്പി. അവിടെ പോയി നല്ല രസമായിരിക്കും. അങ്ങനെ നമ്മൾ നോർത്തേൺ ലൈറ്റ്സ് കണ്ടു അല്ലേ ലെവിക്കുട്ട? അതെ, ജൂപ്പിറ്ററിനെ കണ്ടു, ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? പിന്നെ അതെ എൻ്റെ അച്ഛൻ്റെ സ്റ്റാറായ ജെമിനി, തൊട്ടടുത്ത് വേറൊരാളും കൂടി ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് ലണ്ടനിൽ കാണാൻ പറ്റുമെങ്കിലും നോർത്തേൺ ലൈറ്റ്സ് അതൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈമിൽ കാണാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഞങ്ങൾക്കത് കാണാൻ ഭാഗ്യമുണ്ടായി കുറച്ചെങ്കിലും, അല്ലേ ലെവിക്കും കാണാൻ ഭാഗ്യമുണ്ടായി. താങ്ക് യു ലോർഡ്. അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ച് റൂമിലേക്ക് പോവാണ്. നാളെ നമുക്ക് വേറെ സ്പോട്ടുകൾ കവർ ചെയ്യാറുണ്ട്. രാവിലെ എണീക്കണം. ഇനി റൂമിലെത്തുമ്പോഴത്തേക്ക് 1 മണിയൊക്കെ ആവും കേട്ടോ. തിരിച്ച് റൂമിലെത്തിയപ്പോഴത്തേക്ക് 1 മണിയായിട്ടോ. വിശന്നിട്ട് നിൽക്കാൻ വയ്യായിരുന്നു. രാവിലെ എണ്ണിച്ചതും ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ള ബസ് വന്നിട്ടുണ്ടായിരുന്നു. പോയി കോഫിയും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ മേടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല, കാരണം ലെവിക്കുട്ടിനെ ക്യാരി ചെയ്യണമായിരുന്നു. കോഫി മാത്രം പെട്ടെന്ന് കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കയ്യിലെടുത്തു. ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് സൗത്ത് കോസ്റ്റിലേക്കാണ്. സോ അവിടെ ആളുകളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയ സ്ഥലത്ത് ഒരു ചർച്ച് കണ്ടു. അങ്ങനെയാണ് ആ ഒരു വീഡിയോ ക്യാപ്ചർ ചെയ്തത്. നേരെ നമ്മളെ ഇന്നലെ കൊണ്ടുവന്ന് അതേ ബസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാണ്. അതിനുശേഷം ഇവിടുന്ന് നമ്മൾ ഏത് സ്ഥലത്തേക്കാണോ പോകേണ്ടത് ആ സ്ഥലത്തേക്ക് പോകേണ്ട ബസ്സിൽ കയറുക. എല്ലാവരും കയറി. എല്ലാ ബസ്സിലും കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കാർ സീറ്റ് അവർ പ്രൊവൈഡ് ചെയ്യും. ഡബിൾ ചെക്ക് ചെയ്യാതെ അവർ വിടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അച്ചുവും ലെവിക്കുട്ടനും കഴിച്ചു. പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആ ഓട്സ് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കണം, കുറച്ചും കൂടി പാലൊഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ബ്രേക്ക് എടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ തന്നെ പോയി ഫുഡും കാര്യങ്ങളും ഒക്കെ ചൂടാക്കി. പോകുന്ന വഴിയിലെല്ലാം ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം ഭംഗി വരുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല രസമായിരുന്നു. ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ബ്രേക്കിനുള്ള ടൈം നമുക്ക് 20 മിനിറ്റ്സ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ ലെവിക്കുൻ്റെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ചൂടാക്കാനുള്ള ഓട്സൊക്കെ ഞാൻ പെട്ടെന്ന് ചൂടാക്കി സെറ്റ് ചെയ്ത് അതിനെടുത്തുകൊണ്ട് നേരെ പിന്നെയും നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇനിയും 1 അവറും കൂടെ ഡ്രൈവ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ സ്പോട്ടിലെത്താൻ പറ്റത്തുള്ളൂ. ഈ വാട്ടർഫോൾ കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വാട്ടർഫോൾ ഇൻ ദ കൺട്രി. ഇതിന് മുകളിലേക്ക് കയറണമെങ്കിൽ 15-20 മിനിറ്റേ എടുക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ ലെവിക്കുണ്ടായത് കാരണമാണ് ആ റിസ്ക് ഏറ്റെടുക്കാതിരുന്നത്. നോയിക്കേ, ഇവിടുന്ന് എനിക്ക് പോരാൻ തോന്നുന്നില്ല. ലെവിക്കുട്ട എങ്ങനെയുണ്ടാ? നല്ലതാണോ? അതോടെ ഉമ്മ ഇല്ലേ? അച്ഛൻ എങ്ങനെയുണ്ടായിരുന്നു നോർത്തേൺ ലൈഫിൽ എക്സ്പീരിയൻസ്? അത്രയും മാത്രമേ അച്ഛൻ പറയുള്ളൂ. ഞാൻ അത്രയും പറയാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു രക്ഷയില്ല മക്കളെ. ഐസ്ലൻഡിൽ വന്ന് ഇതൊരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. 2 മണിക്കൂർ ട്രാവൽ ചെയ്താൽ എന്താ,
നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു. സോ അവർ പറയുന്നതിനനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തന്നത്. നമുക്ക് ഇവിടുത്തെ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴാണല്ലോ ഓരോ കാര്യങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനത്തെ പാക്കേജ് ടൂർ എടുക്കുന്നത്. നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ റിസ്ക് ആണെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ 1-2 ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. ഇവിടെ എത്ര നേരം നിന്നാലും സമയം പോകുന്ന അറിയത്തില്ല. കാരണം എവിടെ നിന്ന് നമ്മൾ ക്യാപ്ചർ ചെയ്താലും ഒടുക്കത്ത ഭംഗിയാണ്. ഞങ്ങൾക്ക് ഇവിടെ സമയം തന്നത് 50 മിനിറ്റ്സ് ആയിരുന്നു. പക്ഷേ 50 മിനിറ്റ്സ് പോയത് അറിഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള സ്പോട്ട് തന്നെ. അടുത്ത സ്പോട്ട് ഏതാണോ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് ബ്രീഫായിട്ട് നമ്മൾ വണ്ടിയിൽ കയറാൻ നേരത്തെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരും. Certified as a glacier tour provider company. Because some of them are some of the Star Wars movies, Tomb Raider and Game of Thrones. ഇതൊരു ഫേമസ് ബ്ലാക്ക് സൺ ബീച്ചാണ്. സോ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര കിടുവാണ് കേട്ടോ. പക്ഷെ ഒരുപാട് വാർണിംഗ് സൈൻ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. തിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുക്കുന്ന സമയം കൊണ്ട് വേവ്സ് വന്ന് നമ്മളെ പൊക്കിക്കൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് ആകെ മൊത്തം പേടിയായി. കാരണം ലെവിക്കുട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്നിൻ്റെയും അടുത്തോട്ട് പോയില്ല. അപകടമുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. സ്ട്രോളർ കൊണ്ട് നമുക്ക് പകുതി ദൂരം അല്ല 3/4 ദൂരം വരെ വരാം കേട്ടോ. റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്ട്രോളർ ഇതിനകത്തോട്ട് ഇറക്കാൻ പറ്റില്ല. എന്നപ്പോൾ നമ്മൾ ആ സൈഡിൽ വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് നടന്നത്. അപ്പോൾ ലെവിക്കുട്ടനും ചെറിയൊരു വാക്കൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഭംഗിയാണ് ഇവിടെ ഇരുന്ന് എന്താ പറയുക കാഴ്ചകളൊക്കെ കാണാൻ. കാറ്റ് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല, തണുപ്പും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി, ശരിക്കും എൻജോയ് ചെയ്യാനും പറ്റി. അപ്പോൾ സൗത്ത് കോസ്റ്റിലെ ബ്ലാക്ക് സീ കണ്ടല്ലോ, ഇത് ഡേഞ്ചർ ആയിട്ടുള്ള സീ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വാർണിംഗ് സൈനൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്ക് തിരിഞ്ഞ് നിന്നൊരു ഫോട്ടോ എടുക്കരുതെന്നാണ് പറയുന്നത്. കാരണം വലിച്ചുകൊണ്ട് പോകും. ഒരുപാട് ആക്സിഡൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വാർണിംഗ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വരെ നമുക്ക് സ്ട്രോളർ കൊണ്ടുവരാറുണ്ട് കേട്ടോ. കണ്ടോ, റോഡാണ്. ഇനി നമുക്ക് തിരിച്ച് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. ലെവിയും കൊണ്ട് അച്ഛൻ ഫ്രണ്ടിലേക്ക് നടന്നു. ചെറുതായിട്ട് കാറ്റുണ്ട്, കാരണം ഈ ഒരു സൈഡ് ബീച്ച് സൈഡ് വന്നതിൻ്റെയാണ്. പക്ഷെ അവിടെയൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ ലെവിക്കുട്ടനുണ്ടായത് കാരണം ഇങ്ങനത്തെ പരിപാടികളൊക്കെ അവോയ്ഡ് ചെയ്തു. നമ്മൾ തന്നെയായിരുന്നെങ്കിൽ ഞങ്ങൾ പലതും ചെയ്യുമായിരുന്നു. ഇപ്പം നമുക്ക് നമ്മുടെ ചെടുക്കനുണ്ടല്ലോ, ചെയ്യാൻ നേരത്തെ 2-3 പ്രാവശ്യം ആലോചിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അടുത്ത ട്രിപ്പുണ്ട്. സിക്കായിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ ലേക്കുനെ അധികം നേരം നിർത്തിയില്ല. ഇപ്പം നല്ല വിശപ്പുണ്ട് ഗൈസ്. ഇന്ന് നമുക്ക് 2 മണിക്കാണ് ഫുഡ് ലഞ്ച് ഉള്ളത്. അതുകൊണ്ടാണ് ഇൻ ബിറ്റ്വീൻ ഒരു സ്ഥലത്ത് നിർത്തിയത് കേട്ടോ. വേണമെങ്കിൽ ഇവിടുന്ന് ലഞ്ച് കഴിക്കാമെന്ന് പുള്ളിക്കാരി പറഞ്ഞു. പക്ഷേ എല്ലാവരും കഴിക്കുന്ന അവിടെയാണ്. ഇവിടെ 45 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. സമയം പോകുന്ന അറിയുന്നില്ല. ഒരു സ്പോട്ടിൽ കൊണ്ടുവന്നിട്ട് 30, 35, 40 മിനിറ്റ്സ് ഒക്കെ നിർത്തും. പക്ഷെ ടൈം അങ്ങ് പറക്കുക. ഈ പ്രാവശ്യം ലഞ്ചിന് നിർത്തിയ സ്ഥലത്ത് ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ റൈസാണ് പറഞ്ഞത്. എനിക്കൊരു ദിവസം ചോറ് കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവിടെ വന്നതും ഞാൻ റൈസും ചിക്കൻ കറിയും പറഞ്ഞു. അത്രയും റൈസ് അധികം വേവാത്തത് കൊണ്ട് തന്നെ ലെവിക്കുണ്ണ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവന് കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വന്നിരിക്കുന്നത് വിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയ വില്ലേജിലേക്കാണ്. ഇവിടെ ക്യാമ്പിംഗ് ഒക്കെ ഉണ്ട്. ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ വന്നിട്ടുള്ള സ്പോട്ടാണിത്. ഇതിൻ്റെ മുകളിലേക്ക് കയറണം. അപ്പം അച്ചുവും ലെവിക്കുണ്ണും വന്നിട്ടില്ല. കാരണം നമുക്ക് സ്ട്രോളറും എടുക്കാൻ പറ്റില്ല കേട്ടോ. നന്നായിട്ട് തെങ്ങും പിന്നെ നല്ല തണുപ്പുണ്ട്. ഇപ്പം ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് വലിയൊരു കാക്കയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ബേസ് ക്യാമ്പൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇങ്ങനത്തെ പാക്കേജ് ടൂർ എടുക്കാൻ നേരത്തെ നമ്മൾ ടൈം ഭയങ്കരമായിട്ട് സേവ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ലേറ്റായിട്ട് എണ്ണിച്ച് ലേസി ആയിട്ടിരുന്ന് പല സ്ഥലങ്ങളിലും പോയി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും. ഇങ്ങനെ ആകുമ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല. അവർ പറയുന്ന 40-45 മിനിറ്റ്സ് കൊണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ നമുക്ക് സ്പോട്ട് ഫുള്ള് കവർ ചെയ്യുകയും ചെയ്യാം. നല്ല രസമാണ്. പിന്നെ നമ്മൾക്ക് സേഫായിട്ടുള്ള കാര്യങ്ങളെ അവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തുള്ളൂ, റിസ്ക് എടുപ്പിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അല്ലാതെ നമ്മൾ കാറൊക്കെ നമ്മൾ റെൻറ്റ് കാറൊക്കെ എടുത്തിട്ട് പോകുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ അത് കുറച്ചപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ പാക്കേജ് ടൂർ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പെൻസീവ് ആണ്. ഐസ്ലാൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ പാക്കേജ് ടൂറും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പം നമ്മൾ 1-2 പേരൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. 3-4 പേരുണ്ടെങ്കിൽ വണ്ടി എടുത്ത് പോകുന്നത് തന്നെ ആയിരിക്കും കേട്ടോ ബെറ്റർ. ഞാൻ എൻ്റെ ഒരു സജഷൻ മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറണോ വേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുകയാണ്. അച്ഛനെ വിടാമല്ലേ, എനിക്ക് തണുത്തിട്ട് നിൽക്കാൻ വയ്യ. ഞാൻ ബസ്സിൽ കയറി അച്ഛനെ ആ സ്പോട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടു. അതിനുശേഷം ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ വാട്ടർഫോളിലേക്കാണ്. ഇവിടെ വന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഭയങ്കര ഇരുട്ടായി. പിന്നെ നല്ല തണുപ്പും കാറ്റും ഒക്കെ അടിക്കാൻ തുടങ്ങി. ഇവിടുന്ന് ഒരു കോഫി കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്.
ഞങ്ങൾക്ക് ഇന്ന് എങ്ങോട്ടും പോകാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. തലേദിവസം നമ്മൾ നോർത്തേൺ ലൈറ്റ്സ് എല്ലാം കണ്ട് വളരെ ടയർഡായിട്ട് കിടന്നതുകൊണ്ട് അധികം ഉറങ്ങിയിട്ടില്ല. അപ്പം ഇന്ന് ആ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ കയറി കിടന്നുറങ്ങി. രാവിലെ എണീച്ച് നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഡ്രോപ്പ് ഓഫ് ചെയ്യുന്ന ബസ് വന്നു. അവിടുന്ന് നേരെ നമ്മൾ ബസ് സ്റ്റേഷനിലെത്തി. ആ ബസ് സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ ഫ്ലൈ ബസ് കയറി നമ്മൾ എയർപോർട്ടിലേക്ക് എത്തുന്നത്. കൃത്യസമയത്ത് നമ്മൾ 1 hour കൊണ്ട് എയർപോർട്ടിലെത്തി. നമ്മൾ ചെന്നിറങ്ങിയപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നേ. ലവിക്കുണ്ടുണ്ടായത് കൊണ്ട് തന്നെ പ്രയോറിറ്റിയിൽ നമുക്ക് കയറാൻ പറ്റി. അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ വിചാരിക്കും ഓക്കെ ഡൊമസ്റ്റിക് അല്ലേ, അപ്പോൾ നമുക്ക് 2 hours മുമ്പേ കയറിയാൽ മതിയെന്ന്. ലഗേജിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അതും സ്റ്റക്കാവും. ഭാഗ്യത്തിന് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചത്. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ആൽമണ്ട് ക്രൊസൻറ്റ്. എവിടെയൊക്കെ ചെന്നാലും ഞാൻ അവിടുത്തെ എല്ലാം ട്രൈ ചെയ്ത് നോക്കും. എല്ലാ സ്ഥലങ്ങളിലും ഡിഫറെൻ്റ് ആണ്. ഞാനൊരു എഗ് സാൻഡ്വിച്ചാണ് പറഞ്ഞത്. അച്ഛൻ ഫുഡ് കഴിച്ചിട്ട് ലവിക്കുട്ടനായിട്ട് കുറച്ച് നേരം കളിക്കാൻ വേണ്ടിയിട്ട് പോയി. അവനെ ഒന്ന് ഓടിച്ചാടി നടത്തിയാൽ മാത്രമേ ഫ്ലൈറ്റിൽ കയറുമ്പോഴത്തേക്ക് ആൾ സൂപ്പർ ടയേർഡായിട്ട് ഉറങ്ങത്തുള്ളൂ. അങ്ങനെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എത്തി. എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് മിക്ക ആളുകളും, കുഞ്ഞിനെ വെച്ചിട്ട് എന്തിനാണ് ഇത്ര റിസ്ക് എടുത്ത് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോകാറുള്ളതെന്ന്. ഞങ്ങളുടെ വളരെ ഡ്രീമായിട്ടുള്ള ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഐസ്ലാൻഡ്. അപ്പോൾ ഞങ്ങൾക്ക് ലവിക്കുട്ടൻ വരുന്നതിൻ്റെ മുമ്പേ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പല കാര്യങ്ങളാൽ അത് തട്ടി മാറി. അപ്പം ലവിക്കുട്ടൻ വന്നപ്പോഴാണ് അത് റൈറ്റ് ടൈം. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അത് റൈറ്റ് ടൈമിൽ ദൈവം കൊണ്ടത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരും. അങ്ങനെ ഞങ്ങളുടെ ഈ ഡ്രീം ഡെസ്റ്റിനേഷനിൽ ലവിക്കുട്ടനും കൂടെ വരണം എന്നായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. ലവിക്കുട്ടനായിട്ട് ഞങ്ങൾ അങ്ങനെ ഐസ്ലാൻഡിൽ പോയി അടിച്ച് പൊളിച്ച് തകർത്തതേ നേരെ വന്ന ഗാറ്റ്വിക്കിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ ഈ ലഗേജൊക്കെ കളക്ട് ചെയ്തു, നേരെ വീട്ടിലേക്ക് പോവാണ്. അച്ചു ടാക്സി ബുക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ അപ്പോഴാണ് ആലോചിച്ചത് അച്ചു ഒന്ന് പുറത്തുനിന്ന് എന്തെങ്കിലും മേടിക്കണമെന്ന്. ഇല്ല, നമ്മുടെ മമ്മി ഉണ്ടാക്കിയ മീൻ കറി ഇരിക്കുന്നുണ്ട്. കൂടാതെ തോരനും അവിയലൊക്കെ ഫ്രീസറിലാണ്. ഞങ്ങൾക്ക് കഴിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ലവിക്കുട്ടൻ്റെ ഫാൻസ് വന്നു. മമ്മിയുടെ ഫുഡ് ഫ്രീസറിൽ ഇരിപ്പുണ്ട്. അതൊക്കെ ഇനിയും ഈ 2 ദിവസം നമുക്ക് തീർക്കണം. കാരണം 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ട്രിപ്പ് പോവാണ്. അത് നമ്മൾ രണ്ടുപേരും, അതായത് ഞാനും അച്ചു ഓൾറെഡി പോയിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ ഗേൾസ് ട്രിപ്പിന് പോയിട്ടുള്ള സ്ഥലമാണ്. അച്ചു അതുപോലെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ലവിക്കുട്ടൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പം കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ആ സ്ഥലം ഏതാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഗൈസ്, ടേക്ക് കെയർ, ഹാവ് എ ഗ്രേറ്റ് ഡേ, ഗോഡ് ബ്ലെസ്, ബൈ.